അപകടകരമായ നിലയിൽ വെള്ളം ഉയർന്നതിനെ തുടർന്ന് അധികൃതർ വ്യാഴാഴ്ച അടച്ചുപൂട്ടിയ പുള്ള് മനക്കൊടി റോഡ് മുന്നറിയിപ്പുകൾ അവഗണിച്ച് യാത്രക്കാർ തുറന്നത് അപകട ഭീഷണിയാകുന്നു. വെള്ളത്തിൽ മുങ്ങിയ വഴിയിലൂടെ വാഹനങ്ങൾ തുടർച്ചയായി എത്തിയത് ആശങ്ക സൃഷ്ടിച്ചു. പുള്ളിൽ നിന്നും അരുമ്പൂരിലേക്ക് യാത്രക്കാരുമായി വന്ന കാർ വാരിയം കോൾപ്പാടശേഖരത്തിന്റെ മോട്ടോർ പുരയ്ക്ക് സമീപം വെള്ളം കയറി നടുറോഡിൽ കേടായി കിടന്നു. ഈ വാഹനം പിന്നീട് പിക്കപ്പ് വാൻ കെട്ടിവലിച്ചാണ് കൊണ്ടുപോയത്. സംഭവം അറിഞ്ഞെത്തിയ വാർഡംഗം കെ രാകേഷ്, വാരിയം പടവ് സെക്രട്ടറി കെ അശോകൻ എന്നിവർ കൂടുതൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതിരിക്കാൻ വീണ്ടും ഗതാഗത നിരോധന ബോർഡ് കെട്ടി വഴി അടയ്ക്കാൻ ശ്രമിച്ചുവെങ്കിലും യാത്രക്കാർ ഇവരോട് തർക്കിക്കുകയും നിരോധനങ്ങൾ ലംഘിച്ച് കടന്നുപോവുകയും ചെയ്തു. യാത്രക്കാർ നിരോധനം വെള്ളം കൂടിയതുകൊണ്ട് സഞ്ചാരയോഗ്യമല്ല എന്ന് പറഞ്ഞ് ഫ്ലെക്സ് എല്ലാം അടിച്ച് നമ്മൾ പനക്കുടി അയ്യപ്പങ്കാവ് ക്ഷേത്രത്തിന് മുന്നിലും അതേപോലെ തന്നെ കോടന്നൂർ പാലത്തിൻ്റെ അവിടെയും അതേപോലെ തന്നെ പുള്ള് പാലത്തിനവിടെ നമ്മൾ ക്ലോസ് ചെയ്തതാണ്. അന്നേ ദിവസം തന്നെ രാത്രി കുറേ ആളുകൾ അതെല്ലാം വലിച്ചു പൊട്ടിച്ച് അതിലൂടെ യാത്ര തുടരുന്ന സ്ഥിതിയാണ് ഉള്ളത്. നമുക്കറിയാം, ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സർക്കാർ സംവിധാനത്തിൽ ചെയ്തു പോരുന്നത്. പക്ഷേ ഇതെല്ലാം ധിക്കരിച്ചുകൊണ്ടാണ് ചില ആളുകൾ ഇതെല്ലാം പൊട്ടിച്ച് കളഞ്ഞ് അവർ വീണ്ടും യാത്ര ചെയ്യുന്നു. പാടശേഖരങ്ങളിൽ വെള്ളം നിറഞ്ഞ് റോഡിന് മുകളിലൂടെ കവിഞ്ഞൊഴുകിയതിനെ തുടർന്നുള്ള അപകട സാധ്യത കണക്കിലെടുത്താണ് അധികൃതർ കഴിഞ്ഞ ദിവസം ഗതാഗത നിരോധനം ഏർപ്പെടുത്തിയത്. മനക്കൊടി പുള്ളു റോഡും മനക്കൊടി കോടന്നൂർ ശാസ്താംകടവ് റോഡും അടച്ചിരുന്നു. തൃശൂരിലേക്കുള്ള എളുപ്പവഴി ആയതിനാൽ ഇതുവഴി നിരവധി വാഹനങ്ങളാണ് കടന്നുപോകുന്നത്. ഒരു വശത്ത് നിറഞ്ഞുകിടക്കുന്ന തോടും മറുവശത്ത് വെള്ളം നിറഞ്ഞുകിടക്കുന്ന കോൾപ്പാടശേഖരവുമായതിനാൽ വെള്ളത്തിൽ മുങ്ങിയ റോഡിലൂടെയുള്ള ഗതാഗതത്തിന്റെ അപകട സാധ്യത കണക്കിലെടുത്താണ് പോലീസ്, പഞ്ചായത്ത്, PWD അധികൃതർ വ്യാഴാഴ്ച ഉച്ചയോടെ ഗതാഗതത്തിന് വിലക്കേർപ്പെടുത്തിയത്. അന്ന് രാത്രിയോടെ ചിലർ ഗതാഗത തടസ്സം നീക്കാൻ ശ്രമിച്ചുവെങ്കിലും അന്തിക്കാട് പോലീസ് ഗതാഗത നിരോധന ബോർഡുകൾ പുനഃസ്ഥാപിക്കുകയായിരുന്നു. എന്നാൽ വെള്ളിയാഴ്ച രാവിലെ മുതൽ വീണ്ടും ഗതാഗത നിരോധന ബോർഡുകളും മറ്റു തടസ്സങ്ങളും ഭാഗികമായി നീക്കി വാഹനങ്ങൾ കടന്നുപോകുകയായിരുന്നു. അപകട സാധ്യത ഒഴിവാകുന്നതുവരെ ഗതാഗത നിരോധനം തുടരാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. TCV ന്യൂസ്, തൃശൂർ.